ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ഗ്യാപ്പ് എടുക്കും, വന്നിട്ട് എന്നേലും വന്നിട്ടൊരു വീഡിയോ ചെയ്യും. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെന്നെ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷേ ഒരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴായാലും പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ രണ്ടുപേരെങ്കിലും വന്നിട്ട് എന്നോട് സംസാരിക്കും. ടിപ്സ് ഓഫ് ലൈഫിൻ്റെ വീഡിയോ ചെയ്യുന്നവരല്ലേ അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട് കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, എന്നത്തെയും പോലെ തന്നെ ഞാൻ ഈ പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ വീട് തന്നെയായിട്ടാണ് എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് വന്നപ്പോൾ തൊട്ടിട്ട് ഇപ്പോൾ ഒരു 2 months അങ്ങാനായി. എനിക്കത് വിട്ട് മാറുന്നേ ഇല്ല. അത് പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വിട്ട് മാറാനുള്ള ചാൻസും കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്തുള്ള വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ ഉറങ്ങി എഴുന്നേറ്റൊന്നുമല്ല. ജലദോഷം വന്ന കേട്ടോ. ഹസ്ബൻഡ് വന്നു, അത് ഉമ്മാക്ക് വന്നു. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഡിസ്ചാർജ് ആയിട്ട് 2 ദിവസമായിട്ടാണ്. അപ്പം യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് തന്നെയാണ് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കൗണ്ട് കൂടിക്കൊണ്ട് വരികയാണ്. ഓരോ ടൈപ്പ് ബാക്ടീരിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മട്ടന്നൂർ ആശ്രയിലാണ് സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്കാനിങ്ങിൻ്റെ തലേ ദിവസം ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്ന് ഗ്ലൂക്കോസൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചെടുക്കുക, ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം രാത്രി ആട്ടോ, വൈകുന്നേരമാണ് പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഉമ്മാനെ മക്കളെടുത്ത് ആക്കി കൊടുത്തിട്ടാണ് ഞാൻ റെമിസ്കിൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി നേഴ്സ് വന്നിട്ട് ഇങ്ങനെ ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ കുമ്പിട്ട് കിടക്കുമോ അങ്ങനെ എന്തോ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് നടക്കുന്നത് പോലെ ഇപ്പോൾ ഈ ക്യാനിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങും കയറും. ഇത് തന്നെയാണ് അവസ്ഥ. എപ്പം നോക്കുമ്പോഴും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണ്. അവിടുന്ന് നമ്മളോട് എനിക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നോട് നേഴ്സ് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ലേബർ റൂമിലോട്ടേക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ റെമിസ്ക അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്യാൻറ്റീനിൽ പോയിട്ട് എനിക്ക് ചായ വാങ്ങിക്കൊണ്ട് തന്നു. പക്ഷെ ഒട്ടും എനിക്ക് പറ്റുന്ന ചായ ആയിരുന്നില്ല. അങ്ങനെ നമ്മുടെ അപ്സരയിൽ പോയിട്ട് കുറച്ച് കേക്ക് മധുരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടാ. എനിക്ക് മധുരമാണ് പൊതുവേ ഇഷ്ടം. പിന്നെ പ്രഗ്നൻസി തുടക്കത്തിൽ അത് മാറിയിട്ട് കുറച്ച് എരിവിനോടൊക്കെ ആയിരുന്നു. വീണ്ടും ഞാൻ മധുരത്തിലോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലേബർ റൂമിലോട്ടേക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ എന്നെ ഇങ്ങനെ നോക്കൂ കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, എനിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ നല്ലപോലെ വെയിറ്റ് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പൊതുവേ ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞും പോവും. അപ്പോൾ വെയിറ്റ് വെക്കുന്നതിനെ കുറിച്ചിട്ട് വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എനിക്ക് കൊണ്ട് തന്ന പേട മെല്ലെ റെമിസ്ക് അടിച്ച് മാറ്റി കഴിക്കാട്ടാ. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നൈറ്റി ആട്ടാ. നിങ്ങൾ കണ്ടാൽ തോന്നുന്നു ടോപ്പാണ്. ഉമ്മാൻ്റെ നൈറ്റിയാണ്. ഉമ്മാക്കത് നൈറ്റി ആണെങ്കിലും എനിക്കത് ടോപ്പ് പോലെയാണുള്ളത്. അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അപ്പം ഞാൻ നൈറ്റി ഇട്ടിട്ട് ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടാ. എന്നിട്ട് നേരെ ലേബർ റൂമിലോട്ടേക്ക് പോയി. അപ്പോൾ 2 നേഴ്സുമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ നേഴ്സും ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ ഭയങ്കര കമ്പനിയായി. കാരണം എന്ന് വെച്ചാൽ എന്നെ അവരിങ്ങനെ കണ്ട് ശീലമായി. ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളെയും കണ്ടാൽ ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. വേഗം ആൾക്കാരെ മനസ്സിലാവുന്നുണ്ട്. ലേബർ റൂമിൽ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വന്ന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒട്ടും തന്നെ മലർന്ന് കിടന്നിട്ട് ഹാർട്ട് ബീറ്റ് നോക്കാനായാലും സ്കാൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടൽ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ആ സമയത്തൊക്കെ റമീസ്ക്ക് നല്ല പോസ്റ്റായിരുന്നു കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ ആരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണമല്ലോ. അങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തിൽ ഞാൻ പുറത്തിറങ്ങുകയാണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് 27-ാം തീയതി ആയിരുന്നു ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് പിന്നെ കൂടുതലൊന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ ടയർഡായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞാൻ ബാക്കി ഷോട്ട് എടുക്കുന്നത്. ഇത് ഞാൻ ശരിക്കും വീഡിയോ വ്ളോഗ് ചെയ്യണമെന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തി ഞാൻ കുറച്ചൊന്ന് ഓക്കെ ആയപ്പോഴാണ് ഞാൻ എന്നാൽ വീഡിയോ എടുക്കുക എന്ന് കരുതിയിട്ട് ഓരോ ചെറിയ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് രാവിലെ റെമിസ്ക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ട് തരാൻ വേണ്ടി പോയ സമയത്ത് റോസ് കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് തന്നാട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, നമ്മൾ പണ്ട് വാലൻറ്റൈൻസ് ഡേക്കൊക്കെ കാണുന്ന ടൈപ്പ് റോസ് ഉണ്ടല്ലോ. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ റോസ് കാണുന്നത്. പൊതുവേ രാവിലെ ഒന്നും എനിക്ക് നോൺ വെജ് ഇല്ലാണ്ട് ഫുഡ് ഇറങ്ങാത്തൊരു വ്യക്തിയാട്ടോ ഞാൻ. പക്ഷേ ഇപ്പം അതൊക്കെ മാറി, കുറേ ടേസ്റ്റുകളൊക്കെ മാറിയല്ലോ. അപ്പോൾ എനിക്ക് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം റെമിസ്ക്ക് എനിക്കും അടയും ഇഡ്ഡലിയും കൊണ്ട് തന്ന. അത്യാവശ്യം വലിയ ഇഡ്ഡലിയായിരുന്നു. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ഇഡ്ഡലിയായിരുന്നു. റെമിസ്ക്ക് ദോശയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് ചട്നിയൊക്കെ കൂട്ടി ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു എനർജിയൊക്കെ വന്നിട്ട് ഞാൻ കുറേ ദിവസമായി ശരിക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട്. കാരണം ഇങ്ങനെ ഓരോ ഈ ഇൻഫെക്ഷൻ
ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന പെയിനും കാര്യങ്ങളൊക്കെ കാരണം മര്യാദക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നു തന്നെ ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ഇൻഫെക്ഷൻ്റെ വേദന സഹിക്കുന്നതിനേക്കാൾ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെർവിക്സ് ലെങ്ത് ഷോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു രീതിക്ക് അതിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സെർവിക്സ് ഓപ്പൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വരുമോ എന്ന് ഓർത്തിട്ടുള്ളൊരു ടെൻഷനാണ് എനിക്ക്. നമ്മൾ പൊതു അമ്മമാർ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെന്ന് കഴിഞ്ഞാലും നമ്മളത് സഹിച്ച് കഴിഞ്ഞാലും മക്കൾക്കൊന്നും വരരുത് എന്നല്ലേ. പിന്നെ ഹസ്ബൻഡ് എന്നെ വിട്ടേക്കാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോൾ അവൾക്കും ഞാനിങ്ങനെ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ അറിയുന്നതുകൊണ്ട് അവൾ നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടാ. നന്നായിട്ട് ഉമ്മാൻ്റെ കൂടെയൊക്കെ നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വീഡിയോ കോളെല്ലാം വിളിച്ച് സംസാരിച്ചാൽ മതി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ടാബൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പോയിട്ട് കിടക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് ഇടുന്നത് കാരണം നന്നായിട്ട് വാഷ്റൂമിൽ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഇൻഫെക്ഷൻ കൂടിയത് കാരണമാണെന്ന് തോന്നുന്നു ശരിക്കും യൂറിൻ പോവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട് ഇപ്പം. പിന്നെ കുറേ പേരിങ്ങനെ നമ്മളെ കാണുമ്പോൾ മാറി നിന്നിട്ട് നമ്മളോട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിലൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും ആൾക്കാരുണ്ടാകാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് കയറിയിട്ട് അവരോട് സംസാരിക്കാൻ മടിയാണ്, ഞാനങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് മിണ്ടുമ്പോൾ ജസ്റ്റ് നമ്മൾ പരിചയപ്പെടുകയൊക്കെ ചെയ്യും. അതിന് ഉച്ചയ്ക്കുള്ള ഫുഡ് റെമിക്ക എനിക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തരും കേട്ടോ. നല്ല ഫുഡായിരുന്നു. നമ്മളെ റാറാവീസ് ഉണ്ടല്ലോ പുതിയ വന്നത് മട്ടന്നൂർ, അവിടെ നിന്ന് കേട്ടോ ഫുഡ് വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇതെന്താ റെമിസ്ക കാണിക്കുന്നതെന്നറിയോ, ഗ്ലൂക്കോസ് ഇട്ടിട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആ ട്യൂബിലൂടെ കുറച്ച് ബാക്കിയുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ് പിന്നെ വെറുതെ എന്തിനാണ് വേസ്റ്റാക്കി കളയുന്നതെന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ പൊക്കി പിടിച്ചിട്ട് മൊത്തം ഊറ്റിയെടുക്കും എന്നുള്ള വാശിയിലൊക്കെ അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് മൊത്തം എടുക്കുക കേട്ടോ. ജസ്റ്റ് ഇപ്പം അത് കാണുമ്പോൾ നമ്മൾ അവിടുത്തെ നേഴ്സുമാർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കും കേട്ടോ, ഈ പൊട്ടൻ കളി കണ്ടിട്ടുണ്ടെങ്കിൽ. കാരണം അവർക്ക് എല്ലാവർക്കും ഇപ്പം നമ്മളെ നല്ല പരിചയം, പിന്നെ നമ്മൾ അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുർമി ഡോക്ടറെ ആയിരുന്നല്ലോ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ല പരിചയമാണ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വാസം ആകുമ്പം പിന്നെ സ്വാഭാവികമാണല്ലോ, നഴ്സുമാർക്കൊക്കെ നല്ല മുഖപരിചയമായിരിക്കുമല്ലോ. അങ്ങനെ ആ ഗ്ലൂക്കോസും കൂടി ഇട്ടതിന് ശേഷം എനിക്ക് യൂറിൻ കൾച്ചർ ചെയ്തതിൻ്റെ റിപ്പോർട്ട് വരാനുണ്ടായിരുന്നു. അത് വന്നിട്ട് വേണമായിരുന്നു എനിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം വെച്ചാൽ മുമ്പ് ഞാനൊരു 10 ഡോസ് ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, നമ്മുടെ ഇലക്ഷൻ വീഡിയോൻ്റെ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 3:30 ആയപ്പോൾ എന്നെ സ്കാനിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പകലായത് കാരണം ഞാൻ പർദ്ദയൊക്കെ ഇട്ടിട്ടാട്ടോ ഇറങ്ങിയത്. ഇതിന് താഴത്ത് തന്നെയായിരുന്നു ഞങ്ങൾ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നേരെ പുറത്തായിട്ടാണ് 2 റൂം വരുന്നത്. അതിൻ്റെ അകത്ത് അവിടെ നിന്നായതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുമ്പോൾ വന്നിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അർച്ചന ഡോക്ടറെ സ്കാനിങ്ങിന് അത്യാവശ്യം അവിടെ തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു സ്കാനിങ് റിപ്പോർട്ടൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പം മട്ടന്നൂർ ഇരിട്ടി ഏരിയയിലുള്ളവരാണെങ്കിൽ ആശ്രയിക്കുന്നതാവും കുറച്ചും കൂടെ ബെറ്റർ. കാരണം അർച്ചന ഡോക്ടറെ റിപ്പോർട്ട് നല്ല അടിപൊളി ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. എല്ലാ ഡോക്ടേഴ്സിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു റിപ്പോർട്ടും കൂടിയാണെന്ന് തോന്നുന്നു. കാരണം ക്ലിയർ ആയിരിക്കും റിപ്പോർട്ട് എന്ന് പറയുന്നത്, നമുക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിക്ക്. അങ്ങനെ സ്കാനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സ്കാനിങ് എല്ലാം ഓക്കെയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ആൻറ്റിബയോട്ടിക്കും നമ്മൾ സ്ഥിരം അമർ ഡോക്ടറെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈനക്കിനെ കാണിച്ചിട്ട് തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ പേരായിരുന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ റെമിസ്ക ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാട്ടോ എന്തെങ്കിലും മറന്നു വെച്ചു എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റായ സമയത്ത് റൂമിൽ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ചപ്പൽ അവിടെ വെച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെടുക്കാൻ പോയൊന്നുമില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ ഒരു ദിവസത്തെ ഒരു ഇതിനകത്ത് തന്നെ ഞാൻ അത്യാവശ്യമൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അമർ ഡോക്ടറെ കാണിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഡെലിവറി വരുന്നത് കൊയിലിയിലാണോ എന്നുള്ളത്. കൊയിലിയിലല്ല എൻ്റെ ഡെലിവറി. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഹസ്ബൻഡിൻ്റെ വി ബാക്ക് ആയതുകൊണ്ട് തന്നെ ഇതും വി ബാക്ക് ട്രൈ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെലിവറി വരെ ഞാൻ സാറിനെ കാണിച്ചിട്ട് പിന്നെ ഡെലിവറി ടൈമിലോട്ടേക്ക് ഞാൻ ഓമശ്ശേരി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ തന്ന ആയിഷ ഡോക്ടറെ അടുത്തോട്ടേക്ക് തന്നെ പോകട്ടെ. ഡോക്ടറെ എന്നെ ഓൾറെഡി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഡെലിവറി ടൈമിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. പിന്നെ ഈ വോയിസിൻ്റെ അകത്ത് ഒരുപാട് ഞാൻ ശ്വാസം എടുക്കുന്ന പോലെ കേട്ടിട്ട് നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാവും. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഔട്ട് ആയല്ലോ, എനിക്ക് 29 ആഴ്ച ആയല്ലോ. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടാണ്. ഇരുന്നിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നല്ല കിതപ്പുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ടാണ്.
കാണാണ്ടെന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് അയച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരോടും എനിക്ക് ഓക്കെയാണ്. ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, കാരണം വയ്യാണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റാറില്ല. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിപ്പോൾ തന്നെ ചെയ്തോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയി വരും. അങ്ങനെ ഞങ്ങൾ മട്ടന്നൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പേരാവൂരേക്ക് പോവുക കേട്ടോ. ഡയറക്റ്റ് പേരാവൂരേക്ക് തന്നെ പോവുകയാണ്. കാരണം വെച്ചാൽ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മടിയായിരിക്കും എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ കുറച്ച് മടി കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറണ്ടെന്ന് ഞാൻ റമിക്കാട് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലോട്ടേക്ക് പോവാം. കാരണം ആൻറ്റിബയോട്ടിക് എടുക്കാണ്ട് ഒരു രക്ഷയില്ല. അതാണെങ്കിൽ എനിക്കിപ്പം വന്നിരിക്കുന്ന ബാക്ടീരിയനെ തുരത്തണമെങ്കിൽ IV ഇഞ്ചക്ഷൻ എടുത്തിട്ട് എനിക്ക് കുറക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അതിന് സൈഡ് എഫക്റ്റ് ഉള്ള ഇഞ്ചക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഡോക്ടറെ പോയി കണ്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് എഴുതിയിട്ട് വേണമല്ലോ നമുക്ക് വാങ്ങാനും. അപ്പോൾ അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെയും മക്കളെയും റമിക്കാനെയൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. കാരണം വെച്ചാൽ അറിയാലോ, ഒരു ഗർഭിണി കടന്നു പോകുന്ന സിറ്റുവേഷനെ കുറിച്ചിട്ടൊക്കെ അറിയാമല്ലോ. അപ്പോൾ കുഞ്ഞിനൊക്കെ സേഫായി കിട്ടാനും എല്ലാത്തിനും വേണ്ടി ദ്വായിൽ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നിയൊക്കെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഇത്ര പ്രശ്നമാണോ എന്നുള്ളത്. പ്രഗ്നൻസിയിൽ അത് ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 മാസം നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ എനിക്ക് നല്ലപോലെ പെയിന് വരാൻ തുടങ്ങും. എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള രീതിക്ക് പെയിൻ. അത് ഹസ്ബൻഡിൻ്റെ പ്രഗ്നൻസി തൊട്ടാട്ടോ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞാൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ചിന്നേൻ്റെ അകത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ അതാണ് ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടി ആണല്ലോ. ഹസ്ബൻഡ് ആകുമ്പോഴത്തേനും എൻ്റെ ബോഡി കുറച്ചുകൂടെ ടയേർഡായി തോന്നുന്നു. ഇപ്പം അത് ഇച്ചിരിയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പെയിന് കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട്. എൻ്റെ നടത്തം കാണുമ്പോൾ ശരിക്കും നമ്മുടെ മഞ്ഞിലൂടെ പെൻഗ്വിൻ നടക്കുമല്ലോ, അത് കൂട്ട് നടപ്പാട്ട. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് വയറിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ചില ആൾക്കാരിങ്ങനെ നെഗറ്റീവ് അടിക്കും, എന്തിനാ വയറിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. വയറ് നമ്മളെ കുഞ്ഞാണത്, കാരണം അത് പുറത്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം കുഞ്ഞിനെ കാണിക്കുന്നതിൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണല്ലോ കുഞ്ഞിനെ കാണിക്കുന്നത്. വരുന്ന വഴിക്ക് എനിക്ക് പിന്നെ നല്ല വിശപ്പ് വന്നു കേട്ടോ. അപ്പം ചായ വാങ്ങിത്തരുന്നതാണ് റമിക്ക. നമ്മൾ കാവുമ്പടി എത്തിയപ്പോഴാണ് ചായ കുടിച്ചത്. പിന്നെ കുറേ പേര് ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എവിടെ ഇത് ഹോസ്പിറ്റൽ ഇവിടെയല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയും കൂടി കുടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാനും മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ട്. ഹസ്ബൻഡിൻ്റെ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടേനും. പിന്നെ ഇഞ്ചക്ഷൻ വെച്ചത് കാണണം, വാവേനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഇവിടെ എത്തിയ സമയത്ത് അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ അകത്തോട്ടേക്ക് കയറിയില്ല. അവൾ പുറത്തോട്ടേക്ക് വന്നിട്ട് ആ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ വണ്ടി കാണുന്ന സമയത്ത് ഹസ്ബൻഡ് നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചി വാപ്പച്ചി എന്ന് വിളിച്ചിട്ടൊക്കെ ഉള്ള ഡാൻസൊക്കെ ഉണ്ട്. അത് ഇന്നും ഉണ്ടായിരുന്നു. അച്ഛൻ നമ്മൾ അകത്തോട്ടേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് കയറാമെന്ന് കരുതിയിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പുറത്ത് വന്നിട്ട് സ്നാക്സൊക്കെ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഹസ്ബൻഡ് വീണ്ടും വിഷമമായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറാത്തത് കാരണം. അപ്പം ഞാൻ പെട്ടെന്ന് പോയി വരാം, ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി, ടാറ്റയൊക്കെ തന്നിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൾച്ചറിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതും കൂടെ ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ നേരെ കാണിക്കുന്ന ഹോസ്പിറ്റലിലോട്ട്, രശ്മി ഹോസ്പിറ്റൽ പേരാവൂർ കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമർ സാറ് വീക്ക്ലി 2 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. നല്ല കമ്പനി ആയിട്ടുള്ള സാറാണ്, അതുകൊണ്ട് എനിക്കും കുറച്ച് കംഫർട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അപ്പോൾ സാർ ഇല്ലാത്തത് കാരണം വൈകുന്നേരമൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സാർ ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പം ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചിട്ട് ജസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എഴുതി മരുന്നും കൂടി വാങ്ങിയിട്ട് വീട്ടിലോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു ടെൻഷനുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാതെ എനിക്കിത് മാറുമോ എന്നുള്ളത്. പക്ഷേ ഇഞ്ചക്ഷൻ എല്ലാം സൈഡ് എഫക്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ രക്ഷയില്ലല്ലോ, ടാബ് എടുക്കുക തന്നെ വഴിയുള്ളൂ. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതുകൊണ്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം റെഡിയായി വരുവാണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ടിപ്സ് ഓഫ് ലൈഫ് എന്നുള്ള ചാനലിൽ കയറിയാലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങൊക്കെ ആയിട്ട് ഉടനെ വരാട്ടോ. അതുവരേക്കും ബൈ.